ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ അത്ര തീവ്രമായിട്ടൊന്നും ഇല്ലെന്ന് നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടാവും. സുനിൽ കനകോല് തന്നെ വയനാട് ഇവര് വലിയ ഒരു ലക്ഷറി സമ്മേളനം നടത്തിയപ്പോൾ അവർ കൊടുത്തിട്ടുള്ള റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു എന്നുള്ള കണക്കുകൾ വന്നാണ്. പക്ഷെ പിന്നീട് എന്ത് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭരണവിരുദ്ധ വികാരം ഇല്ലെന്ന് ഒറ്റടിക്ക് പറയാൻ പറ്റില്ല. കാരണം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കേരളത്തിൽ അത് ചെലവാകില്ല. എന്റെ ചോദ്യം ഒരൊറ്റ കാര്യം ഉണ്ടായുള്ളൂ. ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ പോലും അത് ഈ സർക്കാരിനെ മറിച്ചിടാൻ പോകുന്ന ഇവിടുത്തെ ജനപ്രിയരായിട്ടുള്ള MLA മാരെ മാറ്റാൻ പോകുന്ന രീതിയിലുള്ള ഒരു ഭരണവിരുദ്ധ വികാരമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അന്നും ഇന്നും സംശയമാണ്. ഈ റിപ്പോർട്ടിലും യഥാർത്ഥത്തിൽ സുനിൽ കനകോല് പറഞ്ഞു വെച്ചേക്കുന്നത് അത്തരത്തിലുള്ള ഒരു കാര്യം ഒരു പക്ഷേ MLA മാര് ജനകീയരായതുകൊണ്ട് അതിനെ അല്ല, മറികടക്കാൻ സുനിൽ കഴിയും. കനകോല് അതിൽ വളരെ ട്രിക്കി ആയിട്ടുള്ള ഒരു വാക്കാണ് ആ റിപ്പോർട്ടിൽ ഉപയോഗിച്ചേക്കുന്നത്. അത് കനകോല് പറഞ്ഞായിരിക്കില്ല, റിപ്പോർട്ട് ചെയ്യുന്നുള്ളതാണ്. MLA മാർ ജനകീയരാണ് എന്നുള്ളത് അദ്ദേഹം സമ്മതിക്കുന്നു. ആ MLA മാർ ജനകീയരാണെങ്കിലും അതിനെ മറികടക്കാൻ തോന്നുന്ന ഭരണവിരുദ്ധ വികാരം ഉണ്ടാകും എന്നാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അങ്ങനെ ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷ മാത്രമാണ്. മനസ്സിലായി, ആ ഒരു പ്രതീക്ഷ മാത്രമാണ്. അല്ലാതെ അങ്ങനെ ഉണ്ടാകും എന്ന് നമുക്ക് പലപ്പോഴും എന്ത് ചെയ്യാൻ പറ്റില്ല, വിചാരിക്കാൻ. ഒരുപക്ഷെ UDF അത് അതിനെയൊക്കെ മറികടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടായിരുന്നു മറികടന്ന എന്തായാലും 4-ാം തീയതി അറിയാമല്ലോ. അപ്പൊ അതിനു മുമ്പ് എന്താണെങ്കിലും ഈ അഭ്യാസത്തിനൊന്നും പോകേണ്ട ആവശ്യമില്ല. 4-ാം തീയതി വരെ വെയിറ്റ് ചെയ്യൂ എന്നുള്ളത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. എന്റെ വിചാരം അങ്ങനെ മറികടക്കാൻ പോകുന്ന ഒരു ഭരണവിരുദ്ധ വികാരം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്.